വിവാദ വ്യവസ്ഥകൾ ഭാഗികമായി സ്റ്റേ ചെയ്ത് വഖഫ് നിയമ ഭേദഗതിയിൽ നിർണായക ഉത്തരവുമായി സുപ്രീംകോടതി. വഖഫ് യോഗ്യതയ്ക്ക് 5 വർഷമെങ്കിലും മുസ്ലിം ആയിരിക്കണം എന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകൾക്കാണ് സ്റ്റേ. സുപ്രീംകോടതി വിധിയെ ഹർജിക്കാർ സ്വാഗതം ചെയ്തു. മൗലികാവകാശം ഉറപ്പാക്കുന്ന വിധി എന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണം. നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്യുന്നത് അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇടക്കാല ഉത്തരവ്. വഖഫ് സമർപ്പണത്തിന് ഒരാൾ 5 വർഷമായി ഇസ്ലാം മതം ആചരിക്കുന്ന വ്യക്തിയായിരിക്കണമെന്ന വ്യവസ്ഥയ്ക്ക് ആരാണ് ഇസ്ലാം മത വിശ്വാസിയെന്ന് നിയമപരമായി തീരുമാനിക്കുന്നത് വരെയാണ് സ്റ്റേ. വഖഫ് ഭൂമിയിലെ തർക്കം പരിഹരിക്കാൻ സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന നോട്ടിഫിക്കേഷൻ റദ്ദാക്കി. അന്വേഷണ സമയത്ത് ഭൂമി വഖഫ് അല്ലാതാകുമെന്ന വ്യവസ്ഥ സ്റ്റേ ചെയ്തു. തർക്കത്തിലുള്ള സ്വത്ത് അന്തിമ തീരുമാനം വരെ വഖഫായി തുടരും. വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താമെന്ന ഭേദഗതി സ്റ്റേ ചെയ്തില്ല. എന്നാൽ കേന്ദ്ര സംസ്ഥാന വഖഫ് സംവിധാനത്തിലെ അമുസ്ലിങ്ങളുടെ എണ്ണം 4ഉം 3ഉമായി നിജപ്പെടുത്തി. മൗലികാവകാശം ഉറപ്പാക്കുന്ന വിധിയെന്ന് മുസ്ലിം ലീഗിന്റെ പ്രതികരണം. വിവിധ വിശ്വാസികൾ കഴിയുന്ന ഒരു രാജ്യത്ത് എല്ലാവരുടെയും ഫണ്ടമെന്റൽ റൈറ്റ് അവർക്കൊക്കെ മതേതര സ്വഭാവത്തിലുള്ള ഒരു അവകാശം വകവെച്ച് കിട്ടുക എന്ന മൗലികാവകാശം അത് ഉയർത്തിപ്പിടിക്കുന്ന വിധിയാണ്. കോൺഗ്രസും CPIM-ഉം വിധിയെ സ്വാഗതം ചെയ്തു. വഖഫ് നിയമത്തിലെ വകുപ്പുകളുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന മുഖ്യ വിഷയം സുപ്രീംകോടതി പിന്നീട് പരിഗണിക്കും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.